ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ കുറ്റപത്രത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ നിർദ്ദേശം. അന്തിമ റിപ്പോർട്ട് എന്ന് നൽകാൻ കഴിയുമെന്ന് ജൂൺ 29-ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിൽ SITക്ക് മതിയായ സമയം നൽകിയെന്നും ദേവസ്വം ബെഞ്ച് കോടതിയെ അറിയിച്ചിരിക്കുന്നു. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, സ്വാഭാവികമായിട്ടും എന്ന് അന്തിമ റിപ്പോർട്ട് ഉണ്ടാകും, എന്നാണ് കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് നിരന്തരമായി എല്ലാവരും ഒരുപോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അതിനാൽ ഇപ്പോൾ ജൂൺ 29 വരെ ഒരു സമയം ഹൈക്കോടതി നൽകുകയും ചെയ്യുന്നത്. എന്താണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ? അക്ഷയ, കഴിഞ്ഞ സർക്കാരിനെ പിടിച്ചുലച്ച ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി സമയം കൂടുതൽ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അന്തിമ റിപ്പോർട്ടിലേക്ക് പോകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ച് SITക്ക് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്ന് അന്തിമ റിപ്പോർട്ടിലേക്ക് പോകാൻ കഴിയുമെന്നത് ഈ മാസം 29-ന് കോടതി അറിയിക്കുകയും ചെയ്യണം. അന്വേഷണത്തിന് മതിയായ സമയം അനുവദിച്ചു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട്. അതായത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പ്രതീക്ഷിച്ചു തുടങ്ങിയ അന്വേഷണമാണ്. പക്ഷേ അതിൻ്റെ ഓരോ ശാസ്ത്രീയ പരിശോധനാ ഫലവും വന്ന് അതിങ്ങനെ നീണ്ടുപോവുകയാണ്. അതിനിടയിൽ ഭരണമാറ്റവും അടക്കം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിലെ അന്തിമ കുറ്റപത്രം വരാൻ പോവുകയാണ്. അടുത്ത മാസം ഒരു പകുതിക്ക് മുൻപ് ആ കുറ്റപത്രം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. എന്തായാലും എന്നത്തേക്ക് ആ കുറ്റപത്രം തയ്യാറാകുമെന്നത് അടുത്ത സിറ്റിംഗിൽ SIT ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരമുള്ളത് 2025-ൽ, അതായത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊടുത്തതിൽ അവരിലേക്കും പിടിവീഴാൻ പോകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ അന്വേഷണം ഇപ്പോൾ സ്ട്രീം ലൈൻ ചെയ്ത്, അതായത് ഈ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ 2025-ലെ സ്വർണം പൂശലിലേക്കാണ്. അതിലെ കാര്യകാരണങ്ങളിലേക്കാണ് ഇപ്പോൾ SIT കടന്നിരിക്കുന്നതെന്ന് ആ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുകയാണ്. ഇന്ന് കോടതി കൃത്യമായും അതിൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് ജൂൺ 29-ന് മുൻപ് 2025-ലെ സ്വർണം പൂശലിന്റെ കാര്യത്തിലുമുള്ള തീരുമാനത്തിലേക്ക് പോകണം. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരുടെ വിവരങ്ങൾ കൃത്യമായും കോടതിയെ അറിയിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ 2025-ലെ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുത്ത് വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിട്ടതിൽ ഓരോരുത്തരുടെയും പങ്ക് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നതാണ് SIT വ്യക്തമാക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ കുറിച്ച് കൃത്യമായ തെളിവുകൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് എന്ന വിവരവും SIT ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് 2025-ൽ സ്വർണം പൂശാൻ പോയതിൽ അതിലും പാകപ്പിഴകളും ക്രമവിരുദ്ധമായ നടപടികളും കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ 2025-ലെ കേസിൽ പ്രതികളായി വരുമെന്നത് ജൂൺ 29-ന് അറിയാൻ കഴിയും. അതിനു മുമ്പ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പഴയ കേസ് പോലെ അത് പോകുമോ ഇല്ലയോ എന്നത് നമുക്കിപ്പോൾ വ്യക്തമല്ല. പക്ഷേ 29 എന്നത് ഏറ്റവും ഫലം ലഭിക്കാനുള്ള കാലതാമസം, അതിനുള്ള സമയമായിരുന്നു കോടതിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം വാങ്ങിയിരുന്നത്. അതിനെ തുടർന്നുള്ള നീക്കങ്ങളായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2025-ലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേസിലെ വിവരശേഖരണമാണോ നടക്കുന്നത്? SITയുടെ ഭാഗത്ത് നിന്ന് തെളിവുകൾ ശേഖരിക്കൽ. അക്ഷയ, ഇപ്പോൾ കോടതിയിൽ അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇടക്കാല ഉത്തരവ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 2025-ൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയതിലേക്ക് അതിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നു. അതിലാണ് ഇനി അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അതിൽ ആർക്കൊക്കെ ഒരു കുറ്റകരമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് അതാണ് കണ്ടെത്തേണ്ടത്. ആരൊക്കെ കൃത്യമായും ഒരു ലീഗൽ ലയബിലിറ്റിയിലേക്ക് വരും, ആർക്കൊക്കെ എതിരെ നടപടികൾ ഉണ്ടാകും, ആരൊക്കെ ഇതിൽ പ്രതികളായി വരും, അക്കാര്യങ്ങളാണ് ഇനി വ്യക്തമാകേണ്ടത്. ആ കാലത്ത് ശബരിമല സന്നിധാനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നാണ് ഇപ്പോൾ SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി അധിക ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല. ഒരു ചുരുങ്ങിയ ഒരു 2 ആഴ്ചയിൽ മാത്രം കാത്തിരുന്നാൽ മതി. അതിനിടയിൽ തന്നെ 2025-ലെ സ്വർണം പൂശലിൽ ആർക്കൊക്കെ പ്രതിസ്ഥാനത്തേക്ക് വരേണ്ടി വരും എന്നത് വ്യക്തമാകും. അവരിൽ ആർക്കൊക്കെ എതിരെ അടുത്ത നടപടികൾ ഉണ്ടാകുമെന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകുകയും ചെയ്യും. ബിനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ഏതായാലും ഈ മാസം 29-ാം തീയതിക്ക് മുൻപ് എന്ന് അന്തിമ റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്നുള്ള കാര്യം അറിയിക്കണമെന്നതാണ് കോടതിയുടെ നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസത്തോടുകൂടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും.